السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനില് അടിസ്ഥാന പ്രമാണം പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളുമാണ്. ഇതല്ലാത്ത വേറെ ഏതൊരു സോഴ്സിലൂടെയും നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ, ആ തെളിവുകളെ ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ആധുനിക വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളെ ഇസ്ലാമിന്റെ ഹുക്കുമ് ആ വിഷയങ്ങളിൽ ബാധകമാകുന്നത് അതിന് സമാനമായതോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാലഘട്ടത്തിലെ ചർച്ചകളിൽ നിന്നും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ലാത്ത വിഷയങ്ങൾ അതിന് ഗവേഷണം നടത്താൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഒരു വിഭാഗം ആളുകള് സ്വപ്നങ്ങളെ ഇസ്ലാമിന്റെ പ്രമാണമായി എടുക്കാമെന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങൾപ്പാപ്പ കണ്ട സ്വപ്നം, ഔലിയാപ്പാപ്പ കണ്ട സ്വപ്നം, ഉസ്താദ് കണ്ട സ്വപ്നം, ഷെയ്ഖുന കണ്ട സ്വപ്നം, അങ്ങനെ സ്വപ്നങ്ങളെയാണ് അവലംബമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡീപ്പായ പഠനം ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. സ്വപ്നം എന്നുള്ളത് നമുക്ക് 3 തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. അതില് ഒന്നാമത്തെ സ്വപ്നം പ്രവാചകന്മാര് കാണുന്ന സ്വപ്നമാണ്. പ്രവാചകന്മാര് കാണുന്ന സ്വപ്നം അത് കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള സ്വപ്നമാണ്. ഒരിക്കലും പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയല്ലാതെ വരുന്നില്ല. വഹിയല്ലാത്ത സ്വപ്നങ്ങൾ അവർ കാണാറില്ല. അതെല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ യൂസുഫ് അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എന്റെ പിതാവേ, ഞാൻ സൂര്യനെയും ചന്ദ്രനെയും 11 നക്ഷത്രങ്ങളെയും സ്വപ്നം കണ്ടു, അവ എനിക്ക് പ്രണമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ സന്ദർഭം. അവിടെ ആ സ്വപ്നത്തെ പിന്നീട് അല്ലാഹു തആല സാക്ഷാത്കരിച്ചു കൊടുത്ത ഒരു രംഗമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിന്റെ 100-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദൻ. യൂസുഫ് അലൈഹിസ്സലാം തന്റെ മാതാപിതാക്കളെ ഒരു ഉയർന്ന പീഠത്തിൽ ഇരുത്തി. അപ്പോൾ അവരെല്ലാം അദ്ദേഹത്തിന് പ്രണമിക്കുന്നതായി കണ്ടു. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു, യാ അബത്തി ഹാദാ തഅ്വീലു റുഅയായ മിൻ ഖബ്ലു. മുമ്പ് കണ്ട ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ് ഇത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ കണ്ടോ, പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം പുലരും. അതാണ് യാഥാർത്ഥ്യം. എല്ലാ സ്വപ്നങ്ങളും ഒന്നിരിക്കൽ പുലരും. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു നിയമം ഉണ്ടായിരിക്കും പ്രവാചകന്മാരുടെ സ്വപ്നത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കാലഘട്ടത്തില് ഒരു സ്വപ്നം കണ്ടു. സഹാബികളോടൊന്നിച്ച് മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചപ്പോൾ ചില ആളുകൾ മുടി കളഞ്ഞവരും ചില ആളുകൾ മുടി വെട്ടിയവരുമായി ആ സ്വപ്നത്തിൽ കണ്ടു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400-ൽ പരം സഹാബികളുമായിട്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നു ഉംറ നിർവഹിക്കാൻ വേണ്ടി. പക്ഷെ അവർക്ക് ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഹുദൈബിയ കരാർ ഉണ്ടാക്കി, സന്ധി ഉണ്ടാക്കി പിരിഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വ്യവസ്ഥയ്ക്ക് വിധേയമായിക്കൊണ്ട് മക്കയിലേക്ക് വരികയും ഉംറ നിർവഹിക്കുകയും ചെയ്തു. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിന്റെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ലഖദ് സദഖല്ലാഹു റസൂലഹുർ റുഅ്യ ബിൽ ഹഖ്. അള്ളാഹു തആല തന്റെ ദൂതനെ കാണിച്ചു കൊടുത്ത ആ സ്വപ്നത്തെ സത്യമാക്കി പുലർത്തിയിരിക്കുന്നു. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും ഇൻഷാ അല്ലാഹു ആമിനീൻ, അവർ നിർഭയരായിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും. മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീന, തലമുണ്ഡനം ചെയ്തവരായും തലമുടി വെട്ടിയവരായും. കണ്ടാ, ആ സ്വപ്നം യാഥാർത്ഥ്യമായ രംഗത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പ്രവാചകന്മാരുടെ സ്വപ്നം ഒരിക്കലും പാഴായി പോകൂല. ഒരിക്കലും പാഴ്ക്കിനാവ് പ്രവാചകന്മാര് കാണില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബൈനമാ അന നായിമുൻ റഅയ്തു ഫീ യദയ്യ സിവാറൈ മിൻ ദഹബിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുമ്പോൾ എന്റെ കയ്യില് സ്വർണത്തിന്റെ 2 വളകൾ ഞാൻ കണ്ടു. സ്വർണത്തിന്റെ വളകൾ. അഹമ്മനീ ശഅ്നുഹുമ, സ്വർണത്തിന്റെ വള കാണുമ്പോ അത് നമുക്ക് പറ്റിയ പണിയല്ലല്ലോ. അപ്പോ അത് എന്ത് ചെയ്തു? പ്രവാചകനെ വല്ലാതെ മാനസിക പ്രയാസമുണ്ടാക്കി. ഊഹിയ ഇലയ്യ ഫിൽ മനാമി, സ്വപ്നത്തിൽ തന്നെ എനിക്കൊരു വഹയും ലഭിച്ചു. അനിംഫുഹുമ, ഒരു നിർദ്ദേശം കിട്ടി, അതിന്റെ മുകളിലേക്ക് ഊതാൻ നിർദ്ദേശം കൊടുത്തു. ഫനഫഖ്തുഹുമ, ഞാൻ അതിന്റെ മുകളിലേക്ക് ഊതിയപ്പോൾ ഫതാറ, അത് രണ്ടും അപ്രത്യക്ഷമായി പോയി, അതിങ്ങനെ കാണാതെയായി മാഞ്ഞുപോയി. ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്, കദ്ദാബാനി യഖ്റുജാനി ബഅദി, എനിക്ക് ശേഷം 2 കള്ളന്മാർ വരാനുണ്ട്. അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഫകാന അഹദുഹുമ അൽ അനസിയു, ഒന്നാമത്തേത് അനസി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനാണ്. വൽ ആഖറു മുസൈലിമത്തുൽ കദ്ദാബ്, രണ്ടാമത്തേത് മുസൈലിമത്തുൽ കദ്ദാബാണ്. യമാമക്കാരനായ മുസൈലിമത്തുൽ കദ്ദാബാണ്. മറ്റേ ആള് യമൻകാരനാണ്. ഈ അനസി യമൻകാരനാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, പ്രവാചകന്മാര് കാണുന്ന സ്വപ്നം, ആ സ്വപ്നം ഒരിക്കലും പാഴല്ല, പാഴ്ക്കിനാവ് അവർ കാണാൻ പാടില്ല. വഹീന്റെ അടിസ്ഥാനത്തിലേ അവർ കാണുള്ളൂ. ഇപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടൊപ്പം ഇസ്മായിൽ നബിക്ക് സഈന്റെ പ്രായമായപ്പോ, സഈന്റെ പ്രായമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജിലേക്ക് എത്തുക, 12 കഴിഞ്ഞ് 13ലേക്ക് എത്തി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മോനെ, ഇന്നി അറാ ഫിൽ മനാമി അൻ അദ്ബഹുക, ഞാൻ നിന്നെ അറക്കുന്നതായി സ്വപ്നം കണ്ടു. കണ്ടാ, സ്വപ്നത്തിലാണ് കാണുന്നത് മകനെ അറക്കുന്നതായിട്ട്. ഫൻദുർ മാദാ തറ, നീ എന്താണ് കാണുന്നത്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. മകൻ എന്താ പറയേണ്ടത്? ഇപ്പൊ സ്വപ്നം കണ്ടതല്ലേ, നിങ്ങളിപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയാണ്, ഞാൻ അന്നെ അറക്കണത് സ്വപ്നം കണ്ട്, എന്നാ പിന്നെ ഞങ്ങൾ അറക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ പിരാന്ത് സ്വപ്നം കണ്ടിട്ട് ഇന്നെ ഇറക്കാൻ പറ്റും എന്ന് ചോദിക്കും അല്ലേ? പക്ഷെ അങ്ങനെയല്ല, പ്രവാചകൻ കണ്ട സ്വപ്നം, ആ കണ്ട സ്വപ്നത്തെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചപ്പോ മകൻ പറഞ്ഞത്, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മറു, അല്ലാഹു അങ്ങയോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെ അങ്ങ് നിറവേറ്റിക്കൊള്ളുക എന്നാ പറഞ്ഞത്. കണ്ട, അത് കൽപ്പനയാ സ്വപ്നം അവർക്ക്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പാർട്ടായിട്ട് തിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വകാന യുഖാലു അർ-റുഇയ സലാസത്തുൻ, സ്വപ്നം 3 തരത്തിലുണ്ട്. ഹദീസുൻ നഫ്സ്, ഒന്ന് മനസ്സിൽ നിന്നുണ്ടാകുന്ന വർത്താനങ്ങള്. പകല് നമ്മളിങ്ങനെ കാണുന്ന പല കാഴ്ചകളും നമ്മളെ വർത്താനങ്ങളും ഒക്കെ ഉണ്ടാകും. അത് രാത്രി ഉറക്കത്തിൽ കാണും, സ്വപ്നം കാണും. അത് ഹദീസുൻ നഫ്സാണ്. മനസ്സിന്റെ ഉള്ളിലുള്ള ആ പ്രവർത്തനങ്ങൾ അത് സ്വപ്നമായിട്ട് വരാം.
രണ്ടാമത്തേത് തഖ്വീഫു ഷൈത്താൻ, ഷൈത്താനിൽ നിന്നുള്ളതായ ഭയപ്പെടുത്തൽ. മൂന്നാമത്തേത് വബുശ്റ മിൻ അല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തകൾ. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ്. അപ്പൊ സ്വപ്നത്തെ മൂന്നായിട്ട് തിരിച്ചത്, ഒന്നാമത്തേത് പ്രവാചകന്മാർ കാണുന്ന സ്വപ്നാണ്. പ്രവാചകന്മാരല്ലാത്ത ആളുകൾ കാണുന്ന സ്വപ്നത്തെ ഇപ്രകാരം വേർതിരിച്ചിട്ടുണ്ട്. ഒന്നിരിക്കല് ഏതെങ്കിലും തരത്തിലുള്ളതായ നമ്മുടെ ഈ പേക്കിനാവ് എന്ന് പറയില്ല, നമ്മള് പേക്കിനാവ് കണ്ടിട്ട് ചാടി എണീക്കും. ഇവിടുന്ന് വേണമെങ്കിൽ അമേരിക്കയിലൊക്കെ പോയിട്ട് വരും, നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് കച്ചവടമൊക്കെ ചെയ്ത് കഫ്തീരിയൊക്കെ തുറന്നിട്ടൊക്കെ വരും. അതൊക്കെ സ്വപ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇതാണ്, മനസ്സിലുള്ള നമ്മുടെ താല്പര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ശൈത്താന്റെ ഭയപ്പെടുത്തലുണ്ട്. പക്ഷെ നമുക്ക് ചർച്ചയിൽ എടുക്കേണ്ട വിഷയം നുബുവത്തിന്റെ ഭാഗമായി കൊണ്ട് ശേഷിപ്പുകളായിട്ടുള്ള സ്വപ്നങ്ങളെ സംബന്ധിച്ച, അത് അള്ളാഹുവിന്റെ ബുശ്ര, അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കും. ഇന്ന് ബാക്കിയുള്ള വഹീന്റെ ഒരു അംശമാണത്, അള്ളാഹു തരുന്ന സന്തോഷവാർത്ത. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്ക് ദുഃഖമോ മനക്ലേശമോ ഒന്നുമില്ല. അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, അവർ വിശ്വസിക്കുന്നവരാണ്, തഖ്വയുള്ളവരുമാണ് അള്ളാന്റെ ഔലിയാക്കൾ. എന്നിട്ട് പറയുന്നുണ്ട്, സ്വപ്നത്തെ പറ്റിയാ പറയുന്നത്, ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ അവർക്ക് സന്തോഷ വർത്തമാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. സ്വപ്നത്തിലൂടെ കിട്ടുന്ന സന്തോഷ വർത്തമാനങ്ങൾ, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന പ്രത്യേകതയാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു അബൂദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. ഈ ആയത്തിന്റെ വിശദീകരണം എന്താ? ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് അവർക്ക് സന്തോഷ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷ വാർത്തയാണത്, അതിന്റെ ആശയം എന്താണ് എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് അത്താ ഇബ്നു യസാർ എന്ന താബിഈ പണ്ഡിതൻ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അബൂദർദ പറഞ്ഞു, മാ സഅലനി അൻഹ അഹദുൻ മുൻദു സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ചോദ്യം, ഈ ആയത്തിനെ പറ്റി ഞാൻ റസൂലിനോട് ചോദിച്ചതിന് ശേഷം ഇന്ന് വരെ ആരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. റസൂലിനോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, റസൂൽ എനിക്കതിനൊരു മറുപടി തന്നു. ആ മറുപടി കേൾക്കാൻ ഇന്ന് വരെ ഒരാളും ഈ ആയത്തിന്റെ വിശദീകരണം ചോദിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ റസൂലിനോട് ചോദിക്കുമ്പോ റസൂൽ എന്നോട് പറഞ്ഞ എന്താ, മാ സഅലനി അൻഹ അഹദുൻ ഗൈറക മുൻദു ഉൻസിലത്ത്, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഇതിനെപ്പറ്റി നീ അല്ലാതെ വേറൊരാളും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അബൂദർദ എന്നോട് പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ ആയത്തിന്റെ അർത്ഥം എന്താ? വഹിയ അർറുയ സ്വാലിഹത്തു യറാ അൽ മുഅ്മിനു, മുഅ്മിനീങ്ങൾ കാണുന്ന നല്ല സ്വപ്നമാണ് അത്, അള്ളാഹു കൊടുക്കുന്ന സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ. അപ്പൊ നമ്മൾ കാണുന്ന നല്ല സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെ നമ്മൾ ഗൗരവത്തിൽ കാണണമെന്നർത്ഥം. നമ്മുടെ ചർച്ചയിലേക്ക് ഞാൻ വരുന്നുണ്ട്, ലാസ്റ്റ് നമുക്കത് വിശദീകരിക്കാം. അത് നിയമമാകോ ഇല്ലയോ എന്നത് നമുക്ക് വിശദീകരിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്തു, നുബൂവത്തിൽ നിന്ന് ഇപ്പൊ ബാക്കിയുള്ളത് അള്ളാഹു നൽകുന്ന ഈ സന്തോഷ വാർത്തകളാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ മുബശ്ശിറാത്തു, എന്താണ് ഈ സന്തോഷ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറുയ സ്വാലിഹത്തു, നല്ല സ്വപ്നങ്ങളാണ്, സ്വാലിഹായ സ്വപ്നങ്ങളാണ്. ഇനിയുണ്ട് അതിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഹദീസ്, ഇന്നർ റിസാലത്ത വന്നുബുവത്ത കദിങ്കത്തഅത്ത്, റിസാലത്തും നുബുവത്തും മുറിഞ്ഞു, റിസാലത്തും നുബുവത്തും മുറിഞ്ഞു. ഫലാ റസൂല ബഅദി വലാ നബിയ, എനിക്ക് ശേഷം റസൂലുമില്ല, എനിക്ക് ശേഷം നബിയും ഇല്ല. ഞാൻ രണ്ടിനെയും വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്ന, പറഞ്ഞിട്ടില്ലേ? റസൂല്, നബി, റിസാലത്തും നുബുവത്തിന്റെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. റസൂലില്ല, നബിയും ഇല്ല. അത് ഇസ്ലാമിന്റെ ഒരു വലിയ അഖീദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി ആരില്ല, ഒരു റസൂല് വരാനില്ല. സത്യത്തിൽ നമ്മളുടെ എല്ലാം ആദർശത്തിന്റെ ഒരു അടിസ്ഥാനവും കൂടിയാണ് ഈ പറയണത്.
കാരണം ഈ ഒരു വാക്ക് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എത്ര മനുഷ്യന്മാർ റസൂലായിട്ട് വരുമായിരുന്നെന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെയുണ്ടോ? എത്രയോ മനുഷ്യന്മാര് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഈ ഔലിയ, കുത്തുബ്, അബ്ദാല്, അഖ്താബ് എന്നൊക്കെ പേരിട്ട് ഷെയ്ഖുസ്സമാൻ, കുത്തുബുസ്സമാൻ, ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്നൊക്കെ പേരിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവര് വാദിക്കും, റസൂലാണെന്ന് വാദിക്കുമായിരുന്നു. എനിക്ക് ശേഷം 30ഓളം കള്ളപ്രവാചകന്മാർ വരും എന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട്. വാദിക്കും. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വഹി ഇറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്. വഹി ഇറങ്ങുന്നുണ്ട്, അദ്ദേഹം കണ്ണടച്ചിരിക്കും, അപ്പൊ വഹി വരും, അദ്ദേഹം സംസാരിക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ തലപ്പാവ് ധരിച്ചിരിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോഴും. ഞാൻ പണ്ടൊരു മൊഗ്രാലിൽ റസൂൽ എന്ന കഥ പറഞ്ഞില്ലായിരുന്നു, ഓർമ്മയില്ലേ? മൊഗ്രാലിലൊരു റസൂൽ എന്നൊരു സംഭവം നിങ്ങളോടല്ലേ പറഞ്ഞത്? മൊഗ്രാലിലൊരു റസൂൽ വന്ന ഒരു 45 കൊല്ലം 50 കൊല്ലം മുമ്പുള്ള കഥയാണ്. 50 കൊല്ലം മുമ്പും കണ്ട ഉള്ളതാണ്. എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞ കഥയാണ്. എൻ്റെ ഉസ്താദൻ ആ സംഭവത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ഉസ്താദൊക്കെ അത് കാണാനൊക്കെ പോയ ആളാണ്. കാസർഗോഡ് ജില്ലയിൽ മൊഗ്രാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പൊന്നാനി പഴയ പള്ളി കണ്ടിട്ടുണ്ടോ? പൊന്നാനി പഴയ പള്ളി, ആ 3 തട്ടുള്ള പള്ളിയാണ്. ആ 3ാമത്തെ തട്ടിന്റെ മുകളിൽ ഒരു ചെറിയൊരു വീടുണ്ട്, ഒരു ഗുഹ, ജിന്നുവര. കണ്ടിട്ടുണ്ടെന്നറിയില്ല. പഴയ പള്ളികൾക്കൊക്കെ ഉണ്ടത്. ഏറ്റവും മുകളിൽ ആ കൂടിന്റെ ഉള്ളിൽ ഒരു ത്രികോണാകൃതിയിൽ ഒരു വീട്, ജിന്നുവര എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. ആ ജിന്നുവര, കിളിക്കൂട്, ഒരു ജിന്നുവര എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് അന്നത്തെ പേരങ്ങനെയാണത്. ആ കുട്ടികൾ അതിന്റെ മുകളിൽ കയറിയിട്ട് വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി അത് ജിന്നുവര ആക്കിയതാണ്. അതിലെ അതിന്റെ മുകളിൽ കയറിയ ജിന്നു വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അതിലെ ജിന്നൊന്നും വന്നിട്ടല്ല. അപ്പൊ ആ നാട്ടില് ഒരു വിദ്വാൻ എന്ത് ചെയ്ത് അതിന്റെ മുകളിൽ കയറി വ്യാഴാഴ്ച രാത്രി കയറി വെള്ളിയാഴ്ച രാവിലെ അവിടെ ഇരിപ്പുറപ്പിച്ചു. ജുമാക്ക് ആൾക്കാർ വന്നപ്പോൾ മൂപ്പര് വിളിച്ചു കൂട്ടി എല്ലാ ആൾക്കാരും. പള്ളി കയറാൻ പറ്റിയ ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർ പള്ളി കയറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയ പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് പറഞ്ഞു. അങ്ങനൊരു അനൗൺസ്മെന്റ് മൂപ്പര് നടത്തി. ആൾക്കാർ ജുമാക്ക് പോകുന്നതിന് പകരം അവിടെ തമ്മിലടിയായി, 2 ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് പറഞ്ഞു അങ്ങനെ റസൂൽ അല്ല എന്ന് പറഞ്ഞു. വേറൊരു ഗ്രൂപ്പ് പറഞ്ഞു റസൂൽ ആയിക്കൂടെ, ഈസാ നബി റസൂലല്ലേ, ഈസാ നബി ഇറങ്ങൂലേ, പള്ളിയുടെ മിനാരത്തിലല്ലേ, നമ്മുടെ പള്ളിക്ക് മിനാരില്ലാത്തോണ്ടല്ലേ ജനുവരിയിൽ ഇറങ്ങിയത് എന്നൊക്കെ ചർച്ചകൾ. അങ്ങനെ 2 ഗ്രൂപ്പായി നാട്ടിലാകെ പ്രസാദം. അക്കാലഘട്ടത്തിലെ പത്രങ്ങളിലടക്കം ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഈ വിഷയം വന്നിട്ടുണ്ട്. ഒരാഴ്ച ചർച്ച പുരോഗമിച്ചു. നാട്ടില് റസൂലുവാദിയുടെ കൂടെ ഒരു പക്ഷം കൂടി അതിനെ എതിർക്കാൻ വേണ്ടി വേറൊരു പക്ഷം. കമ്മിറ്റിയിലും വലിയ പ്രശ്നമായി, തർക്കമായി. ഇതെങ്ങനെയും പരിഹരിക്കണം, ഒരു പരിഹാരവും ഇല്ല. ഇയാളാണെങ്കിൽ എന്റെ മുകളിൽ താഴേക്ക് ഇറങ്ങണമില്ല, എന്റെ മുകളിൽ തന്നെ നിൽക്കുകയും ചെയ്യാം, റസൂലാണെന്ന് പറയും. അങ്ങനൊരു സംഭവം ഉണ്ടായി. ആ 2ാമത്തെ വെള്ളിയാഴ്ച രാവിലെ പുലർച്ചെ ആ നാട്ടിലെ ഒരു വിദ്വാൻ, എല്ലാ വിക്രസ് പറയുന്ന വിദ്വാന്മാരുണ്ടാവുമല്ലോ, ഇപ്പൊ ഈ ഫിത്തിനയ്ക്കൊരു അന്ത്യം വേണമല്ലോ. അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കവുങ്ങിന്റെ മുകളിൽ തപ്പിപ്പിടിച്ച് കയറി ഓട്ടും പുറത്ത് കയറി അവിടെ കുത്തിരുന്നു. വെള്ളിയാഴ്ച ആൾക്കാർ റസൂൽവാദികളും അല്ലാത്തവരും വന്ന് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടപ്പോ എല്ലാവരും പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അള്ളയാണ്, താഴെ ഇരിക്കുന്ന റസൂലിനെ ഞാൻ നിയോഗിച്ചിട്ടില്ല. അങ്ങനെ സംഭവം നടന്നു നമ്മുടെ കേരളത്തിൽ. ഇതൊക്കെ സംഭവം നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഈ പറയപ്പെട്ട വ്യക്തി റസൂലാണ് അല്ലെങ്കിൽ നബിയാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മലയാള മനോരമ പത്രം പോലും ഈ വ്യക്തിയുടെ 23 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തെ പറ്റി പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ പരിവർത്തനം വരുത്തിയതുപോലെ ഈ പറയപ്പെട്ട വ്യക്തിയും 23 കൊല്ലം കൊണ്ട് ഇവിടെ പരിവർത്തനം വരുത്തിയെന്ന് മലയാള മനോരമ എഴുതിയിട്ടുണ്ട്, റസൂലിലേക്ക് ചേർത്തുകൊണ്ട്. അന്ത്യപ്രവാചകൻ എന്നാണ് മൂപ്പരുടെ ആ പേരിന്റെ ഷോർട്ട് ഫോമിന്റെ അർത്ഥം. അന്ത്യപ്രവാചകൻ, AP എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ ആണ് എന്ന് വരെ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുണ്ട്.
പക്ഷെ പരസ്യമായിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാ ഈ ഹദീസ് ഉള്ളത് കൊണ്ടാണ്. ഇന്ന റിസാലത്ത വന്നുബുവത്ത ഖദിൻഖതഅത് വലാ റസൂല ബഅദി വലാ നബിയ്യ. എനിക്ക് ശേഷം റസൂലും ഇല്ല, എനിക്ക് ശേഷം നബിയും ഇല്ല. ഈ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പെണ്ണൊരുത്തി റസൂലായിട്ട് വന്നല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണ്, ഒരു ലേഡി റസൂലായിട്ട് വന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എനിക്ക് ശേഷം റസൂൽ ഇല്ല എന്നാ. എന്നാൽ റസൂലത്തുണ്ടായിക്കൂടെ, നബിയത്തുണ്ടായിക്കൂടെ, സ്ത്രീ ആയിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദമൊക്കെ വന്നു. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ വന്നു. പക്ഷെ അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ, അത്തരം ആപത്തിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കാൻ ഈ ഹദീസ് വല്ലാതെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റസൂലും നബിയും ഇല്ല, പക്ഷേ മുബശ്ശിറാത്തുകളുണ്ട്, സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ മുബശ്ശിറാത്തു, എന്താണ് സന്തോഷ വാർത്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഅയൽ മുസ്ലിമി വഹിയ ജുസ്ഉം മിൻ അജ്സാഇൻ നുബുവ്വ. മുസ്ലിം കാണുന്ന സ്വപ്നം നുബുവ്വത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. നുബുവത്തിന് ജുസ്ഉം മിൻ ഖംസിൻ വ അർബഈന ജുസ്അൻ മിൻ നുബുവ്വ. മറ്റൊരു റിപ്പോർട്ട് കാണാം, നുബുവത്തിന്റെ 45-ാമത്തെ ഇനമാണ് നമ്മൾ കാണുന്ന, സത്യവിശ്വാസികൾ കാണുന്ന നല്ല സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നാമത് അറിയേണ്ട കാര്യം ഇതാണ്, പ്രവാചകന്മാരുടെ സ്വപ്നം, ആ സ്വപ്നം നിസ്സാരമല്ല. എന്നാൽ പ്രവാചകന്മാരല്ലാത്തവർ കാണുന്ന, സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം, ആ സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം ബഹുഭൂരിപക്ഷവും സത്യമാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റുഅയ സ്വാലിഹത്തു മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വറുഅയൽ ഹസനത്തു മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഫറുഅയ സ്വാലിഹത്തു ബുശ്റാ മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹു തരുന്ന സന്തോഷ വാർത്തകളാണ്. എന്താണ് നല്ല സ്വപ്നം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം. ഒരാൾ നല്ല സ്വപ്നം എന്ന് തോന്നുന്നത് കണ്ടാൽ, എനിക്കിപ്പോ നല്ലതാണെന്ന് തോന്നുന്ന ഒരു സ്വപ്നത്തെ ഞാൻ കണ്ടാൽ, നമ്മൾ ആ സ്വപ്നത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ 4 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ലൊരു സ്വപ്നം നമ്മൾ കണ്ടു, 5 നേരം നിസ്കരിക്കുന്ന, കളവൊന്നും പറയാതെ നടക്കുന്ന, സാദിഖായ സ്വപ്നം സാദിഖായ ആളിനെ കാണുള്ളൂ. ആവശ്യത്തിനല്ല അല്ലാത്തതിനൊക്കെ കളവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ കാണുന്ന സ്വപ്നത്തിന് സാദിഖായ സ്വപ്നം എന്ന് പറയാൻ പറ്റൂല. അത് വിവരിക്കുന്ന ഹദീസുകൾ വരുന്നുണ്ട്, നമുക്ക് വിശദീകരിക്കാം. അപ്പൊ നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് തിരിച്ചറിയണം. പടച്ചോൻ എന്തോ ഒരു കാര്യം അങ്ങനെയുണ്ട്. ചില സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ അള്ളാഹു മുന്നറിയിപ്പായിട്ട് കൊടുക്കും. അത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു ഇതുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഇവിടെ ബാക്കിയാത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. ബാക്കിയാത്തിലുണ്ടായിരുന്നല്ല, നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു, നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞല്ല, അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞതാണ്. ഞാൻ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. താടിയൊന്നുമില്ല, തലയെക്കെട്ടൊന്നുമില്ല, ഒരു പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സാധാരണക്കാരനായ ആളെപ്പോലെ നടക്കി ജീവിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയ കാര്യം, കാരണം കുറേ മുത്തഅല്ലിമീങ്ങളൊക്കെ ഉള്ള ദർസൊക്കെ നടത്തിയിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, നിരന്തരമായി ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. നിരന്തരമായി ഞാനൊരു തിന്മ ചെയ്തുകൊണ്ടിരുന്നു, നിരന്തരമായി ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. എന്താ സ്വപ്നം? ഞാൻ ഇങ്ങനെ താടിയും മീശയൊക്കെ വടിച്ച് നെറ്റിയിൽ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് നടക്കുന്നതായിട്ട് നിരന്തരം സ്വപ്നം കാണുമായിരുന്നു. അത് അള്ളാഹു എനിക്ക് തന്ന വാണിംഗ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പിന്നീട് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ദർസും കാര്യങ്ങളൊക്കെ പോയി, ഞാൻ ഇപ്പോ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ട്. അപ്പൊ ഇതൊക്കെ അള്ളാഹു താല കൊടുക്കുന്ന ചില അറിയിപ്പുകളാണ്, നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നല്ല സ്വപ്നം കണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം, ഒന്ന്. രണ്ടാമത്, അങ്ങനെ സ്വപ്നം കണ്ട് എഴുന്നേറ്റാൽ ഉടനെ
അൽഹംദുലില്ലാ എന്ന് പറയണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ. 3, നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാകണം, ബേജാറല്ല ഉണ്ടാകേണ്ടത്. എന്തപ്പോ ഞാൻ അങ്ങനെയൊക്കെ കണ്ടത് എന്ന് പറഞ്ഞ് ബേജാറാകേണ്ട ആവശ്യമില്ല. നല്ല സ്വപ്നം കണ്ടാൽ നമ്മുടെ ഭാഗത്ത് തകരാറുകളൊന്നുമില്ല, തിന്മകളില്ലാത്ത ഒരു മനുഷ്യനാണ് എങ്കിൽ, നമ്മൾ വലിയ വലിയ കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും പറ്റിച്ചിട്ടില്ല, ഒരാൾക്കും ആപത്തും വരുത്തിയിട്ടില്ല, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ചില വീഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടാകാം, അങ്ങനത്തെ ഒരാളാണ് എങ്കിൽ നല്ലൊരു സ്വപ്നം കണ്ടാൽ നമ്മൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. 4മത് ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് മാത്രം അത് പറയാം. 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആ 4 കാര്യങ്ങൾ വിവരിക്കുന്ന ഹദീസുകൾ നമുക്കൊന്ന് വായിക്കാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇദാ റഅ അഹദുക്കും റുഅയ യുഹിബ്ബുഹ, ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള, അയാൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം അയാൾ കാണുകയാണ് എങ്കിൽ ഫഇന്നമാ ഹിയ മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അയാൾ മനസ്സിലാക്കണം. ഫൽയഹ്മിദില്ലാഹ അലൈഹ, അങ്ങനെ സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കണം. ഫൽയുഹദ്ദിസ് ബിഹാ, അത് എന്ത് ചെയ്യണം? ആളുകളോട്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരോട് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫൽയുബശ്ശിർ വലാ യുഖ്ബിർ ഇല്ലാ മൻ യുഹിബ്ബു, നിന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളോട് നീ അത് പറയാൻ നിൽക്കരുത്, എല്ലാവരോടും പോയി പറയരുത്. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അയാളിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാവൂ എന്ന് ഉറപ്പുള്ള ഒരാളോട് മാത്രമേ ഇത് പറയാവൂ, അല്ലാത്തവരോട് പറയരുത്. അതിന് തെളിവ് എന്താ? അതിന് തെളിവ് ഇദ് ഖാല യൂസുഫ് ലി അബീഹി, യൂസുഫ് അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞില്ലേ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എനിക്ക് പ്രണമിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞ വർത്താനം എന്താ? ഖാല യാ ബുനയ്യ, പൊന്നു മോനെ, ലാ തഖ്സുസ് റുയ്യാക അലാ യഖ്വതിക, നീ ഈ സ്വപ്നം കണ്ട കഥ നിന്റെ സഹോദരന്മാരോട് പറയരുതേ. കാരണം എന്താ? യൂസുഫ് നബിയുടെ, യാക്കൂബ് നബിയുടെ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയിലുള്ള മക്കളാണ് 9 മക്കള്. 2ാമത്തെ ഭാര്യയിലുള്ള ആളാണ് 2 മക്കള്, യൂസുഫ് നബിയും ബിന്യാമിനും. 9 മക്കൾ ഈ ഉമ്മമാരുടെ വ്യത്യാസത്തിന്റെ പേരിൽ പരസ്പരം ശത്രുക്കളായിരുന്നു. ആ ശത്രുത കൊണ്ടാണല്ലോ അദ്ദേഹത്തെ കൊണ്ടുപോയി കിണറ്റിലിടുകയും ചെയ്തത്. അപ്പൊ അത് യാക്കൂബ് നബി അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു നന്മ ഉണ്ടാകുന്ന കാര്യം ഉണ്ടായാൽ, അത് സ്വപ്നം തന്നെ ആകണമെന്നില്ല, സ്വപ്നം തന്നെ ആകണമെന്നില്ല, ഒരു നന്മയാണ്, നന്മ ഉണ്ടാകുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. കാരണം മനസ്സിൽ അസൂയ സൂക്ഷിക്കുന്ന ആളുകൾ ആ അസൂയ കൊണ്ട് പ്രവർത്തിക്കും. അസൂയ വല്ലാതെ ആപത്തുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ കിടക്കുമ്പോ പ്രാർത്ഥിക്കാൻ, നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കിടക്കുന്ന സമയത്ത് ചെല്ലാൻ പറഞ്ഞത് മുഅവ്വദത്തൈനി ഓതാൻ പറഞ്ഞത്. എന്താ മുഅവ്വദത്തൈനിൽ ഒന്ന്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവം, അതിൽ നിന്നുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളുടെയും നാന്ദി അസൂയയിൽ നിന്നാണല്ലോ. അസൂയയിൽ നിന്നാണ് ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളത്. സംഘടനയുടെ അകത്തുള്ള പ്രശ്നമാണെങ്കിലും കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം എടുത്തു പരിശോധിച്ചാല് അസൂയാണ്. മുസ്ലിം ഉമ്മത്ത് വേണ്ട, മനുഷ്യവർഗത്തിന്റെ മതങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണെങ്കിൽ അതിന്റെ കാരണം അസൂയല്ലേ? അസൂയയിൽ നിന്നിട്ടല്ലേ ഉണ്ടായത്. ഇപ്പോ സെമിറ്റിക് മതം ഈ 3 മതങ്ങളായി പിരിഞ്ഞപ്പോൾ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് അറിയുന്ന ആളുകളാണ് യഹൂദികളും നസാറാക്കളും. അറിയുന്നവരാണ്, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്ന ആരാണ്. പക്ഷേ അവരിൽ നിന്നല്ലാത്ത ഒരു പ്രവാചകനായത് കൊണ്ടാണ് അല്ലാഹു റസൂലിനെ അവർ അംഗീകരിക്കാതെ പോയത്. അത് അസൂയയാണ്. അപ്പൊ അത്തരം അസൂയയുടെ ആപത്ത് വളരെ വലുതാണ്. നമുക്ക് ഒരു ക്ലാസ്സിൽ എപ്പോഴെങ്കിലും വേണമെങ്കിൽ വിശദീകരിക്കാം. തഅക്കുലുൽ ഹസനാത്ത് എന്നല്ല പറഞ്ഞത്, നന്മകളെ തിന്നു തീർക്കും.
നന്മകളെ ഇല്ലാതെയാക്കി തീർക്കും ഈ അസൂയ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല കാര്യം കണ്ടാൽ ആ നല്ല കാര്യത്തെ നമ്മൾ എല്ലാവരോടും പോയി പറഞ്ഞുകൊണ്ട് നടക്കണ്ട. നല്ല കാര്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ നല്ല കാര്യത്തെ എല്ലാവരോടും പറഞ്ഞു നടക്കണ്ട. പിന്നെ എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ മുഅവ്വദത്തെ ഇനി പാരായണം ചെയ്തുകൊണ്ട് കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം അസൂയാലുക്കളിൽ നിന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതാണുള്ളത് ഈ വിഷയത്തിൽ നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നല്ല സ്വപ്നം കാണാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നല്ല സ്വപ്നം കാണാൻ ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്തണം, കൃത്യമാക്കണം ഇസ്ലാമികമായിട്ട്. ഇറഖ്തറബസ്സമാനു ലം തക്ദ് റുയൽ മുസ്ലിമി തക്ദിബു. അന്ത്യനാളായി കഴിഞ്ഞാല് മുഅ്മിൻ കാണുന്ന സ്വപ്നം ഒരിക്കലും എന്താകൂല, കളവായി പോകൂല. അന്ത്യനാളായി കഴിഞ്ഞാൽ അസ്തഖക്കും റുയ അസ്തഖക്കും ഹദീസ. നിങ്ങളിൽ നിന്ന് സത്യസന്ധമായ സ്വപ്നം കാണുന്നവർ വർത്തമാനം സത്യസന്ധമാക്കിയ ആൾക്കാരായിരിക്കും. സത്യസന്ധമായി സംസാരിക്കുന്നവർക്ക് സത്യസന്ധമായ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. കള്ളത്തരം പറയുന്ന ആളുകൾക്ക് നല്ല സ്വപ്നം കാണാൻ കഴിയില്ല. അവർ കാണുന്ന സ്വപ്നത്തെ അവരെന്ത് ചെയ്യണം? രണ്ടർത്ഥത്തിൽ കാണണം. ഒന്നിരിക്കൽ അള്ളാഹു നമുക്കൊരു പരീക്ഷണം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതല്ല എങ്കിൽ അത് പാഴ്ക്കിനാവായിട്ട് മനസ്സിലാക്കണം. പിന്നെ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒളു ഒക്കെ നിർവഹിച്ച് കൃത്യമായി ദിക്റുകളൊക്കെ നിർവഹിച്ച് കിടക്കുകയാണ് എങ്കിൽ അത് നല്ല സ്വപ്നം അയാൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. വമൻ അറാദ അൻ തസ്തഖ റുയ. ഒരാള് നല്ല സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊക്കെ ഉണ്ടാവൂല, ആഗ്രഹം ഉണ്ടാവില്ല, നല്ല സ്വപ്നം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ തഹറ അസ്ദിഖ, സത്യസന്ധമായി സംസാരിക്കണം. വഅക്ലൽ ഹലാൽ, ഹലാലായത് മാത്രം ഭക്ഷിക്കണം. വൽ മുഹഫളതു അലൽ അംരി വന്നഹി, നന്മയും തിന്മയും സൂക്ഷ്മത പാലിക്കണം ആ കാര്യത്തിൽ. വൽ യനും അല തഹാറത്തിൻ കാമിലത്തിൻ, നല്ല ശുദ്ധമായി ഒന്നോടുകൂടെ വൃത്തിയായിട്ട് ഉറങ്ങണം. മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് അഭിമുഖമായി കിടക്കണം. വയദ്കുറുല്ലാഹ, അവൻ അള്ളാനെ ഓർത്ത് കിടക്കണം. ഹത്താ തഗ്രിബഹു ഐനാഹു, കണ്ണുകളിലേക്ക് ഉറക്കം ബാധിക്കുന്നത് വരെ. മൊബൈൽ നോക്കിക്കൊണ്ട് ഫേസ്ബുക്ക് നോക്കിക്കൊണ്ട് കിടന്നുറങ്ങിയിട്ട് കാണുന്ന സ്വപ്നത്തെ നല്ല സ്വപ്നമായിട്ട് കണക്കാക്കണ്ട അല്ലേ? ഭൂരിപക്ഷം അങ്ങനെയല്ലേ? ഫേസ്ബുക്ക് നോക്കിയിട്ട് അങ്ങനെ കിടക്കും, ഉറക്കം വരുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കും. അങ്ങനെയല്ലേ? ഈ അത് വരുന്നതിന് മുമ്പ്, മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് കിടക്കും, അങ്ങനെ കിടന്നുറങ്ങും അല്ലേ? മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ്. പക്ഷെ മുഅ്മിന്, നമ്മൾ സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ കിടക്കാൻ തീരുമാനിച്ചാൽ, ഉറങ്ങാൻ തീരുമാനിച്ചാൽ, അദ്കാറുകൾ പറഞ്ഞ് ദിക്റുകൾ ദുആകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നാൽ പിന്നെ മറ്റൊരു പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉറങ്ങുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കണ്ണുകളിലേക്ക് എന്ത് ചെയ്യും? നല്ല സ്വപ്നങ്ങളെ എത്തിച്ചു തരും എന്നുള്ളതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഒരു അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന റുയ്യ ലാ തക്കാദു തക്ദിബു അൽബത്ത, അങ്ങനെ കാണുന്ന സ്വപ്നം ഒരിക്കലും കളവാകൂല. വഅസ്തഖു റുയ്യ റുയൽ അസ്ഹാർ, ഏറ്റവും നല്ല സത്യസന്ധമായ സ്വപ്നം സുഹൂറിന്റെ സമയത്ത് കാണുന്ന സ്വപ്നമാണ്. സുഹൂർ അത്താഴ സമയം, ഫജറിന്റെ ബാങ്കിന്റെ ഒക്കെ 1-2 മണിക്കൂർ മുമ്പാണ് സുഹൂറിന്റെ സമയം. ആ സമയത്ത് കാണുന്ന സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 2 കാര്യങ്ങളാ. ഒന്ന്, അത് ഫൈനഹു വഖത്തുൻ നുസൂലിൽ ഇലാഹി, അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. 2, വസുഖൂത്തു ശൈത്താൻ, പിശാജ് സൈലന്റ് ആകുന്ന ടൈമാണത്. പിശാജിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാവൂല എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ കഴിയും. ഇനിയുള്ളത് 3-ാമത്തെ വിഭാഗം സ്വപ്നമാണ്. അത് തെമ്മാടികൾ കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ സാലിഹ്യങ്ങളല്ലാത്ത ആളുകൾ കാണുന്ന സ്വപ്നം. അത് മഹാഭൂരിപക്ഷവും പേക്കിനാവുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം, വൽ ഹുൽമു മിനശ് ശൈത്താൻ, പേക്കിനാവുകൾ, അതായത് മോശം സ്വപ്നം, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. അങ്ങനെ പേക്കിനാവുകൾ ഒരാൾ കണ്ടാൽ, ദുസ്വപ്നം, നല്ലതല്ല എന്ന് തോന്നുന്ന ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അയാള് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലതല്ലാത്തൊരു സ്വപ്നം കണ്ടാൽ അയാൾ മനസ്സിലാക്കേണ്ടത് ഇത് പിശാചിൽ നിന്നുള്ള ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കണം. 1-ാമത്തെ കാര്യം അതാണ്.
രണ്ട്, അങ്ങനെ കണ്ട് എഴുന്നേറ്റാൽ ഉടനെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. മൂന്ന്, ആ സ്വപ്നത്തിന്റെ കെടുതിയിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടണം. പിശാചിൽ നിന്ന് കാവൽ തേടണം. പിന്നെ സ്വപ്നത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ഒരു പാമ്പിനാണുള്ള സ്വപ്നം കണ്ടെന്ന് കൂട്ടിക്കോ, എങ്കിൽ അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തോടണം. 4, ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണം. തുപ്പാന്ന് പറഞ്ഞാൽ നമ്മൾ കാർപ്പിച്ച് തുപ്പണ പോലെ തുപ്പലല്ല. ഈ പ്രതിഷേധാത്മകമായി തുപ്പുന്ന തുപ്പലുണ്ടല്ലോ, നമ്മൾ ചില വിഷയങ്ങൾ കാണുമ്പോ അത് തന്നെ അങ്ങനെ ഒന്നല്ല, ഒന്നും പുറത്തേക്ക് വരേണ്ടതില്ല, തുപ്പുനീരൊന്നും പുറത്തേക്ക് വരേണ്ടതില്ല, അങ്ങനെ പ്രതിഷേധാത്മകമായ തുപ്പൽ. 5-ാമത്തേത് കിടന്നിരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ തിരിഞ്ഞു കിടക്കുകയോ മാറിക്കിടക്കുകയോ ചെയ്യണം. 6-ാമത്തേത് ആ എഴുന്നേറ്റാൽ പറ്റുമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക. 7-ാമത്തേത് ഈ കണ്ട സ്വപ്നത്തെ പറ്റി ഒരാളോടും പറയാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ദുസ്വപ്നം എന്നല്ല, നമുക്ക് പറ്റാത്തൊരു സ്വപ്നം കണ്ടാൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഈ 7 വിഷയത്തിലേക്കും സൂചിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ഹലമ, ആരെങ്കിലും ദുസ്വപ്നം കണ്ടാൽ ഫൽയതഅവ്വദ് മിൻഹു, അതിനെ തൊട്ട് അള്ളാഹിനോട് കാവൽ തേടട്ടെ. ഫൽയബ്സുഖ് അൻ ശിമാലിഹി, ഇടത്തോട്ട് അവൻ തുപ്പട്ടെ. ഫഇന്നഹാ ലാ തളുറുഹു, അതിൽ നിന്ന് അന്ന് അവനൊരു ഉപദ്രവം ഉണ്ടാകൂല. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹു ഖാല ഇദാ റഅ അഹദുകുമുർ റുഅയ യക്റഹുഹാ, തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വപ്നത്തെ ഒരാൾ കണ്ടാൽ വൽയബ്സുഖ് അലാ അൻ യസാരിഹി, ഇടതു ഭാഗത്തേക്ക് അവൻ തുപ്പട്ടെ 3 പ്രാവശ്യം. വൽയസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനി സലാസൻ, പിശാചിൽ നിന്ന് 3 പ്രാവശ്യം അവൻ കാവൽ തേടട്ടെ. വൽയതഹവ്വൽ അൻ ജംബിഹി അല്ലദീ കാന അലൈഹി, അവൻ കിടക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് അവൻ തിരിഞ്ഞു കിടക്കുകയോ മാറിക്കിടക്കുകയോ ചെയ്യട്ടെ. ഇനി വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഒരാൾ അവനക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വപ്നം കണ്ടാൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഫൽയുസല്ലി, അവൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. വലാ യുഹദ്ദിസു ബിഹന്നാസ്, അത് ആളുകളോട് അവൻ സംസാരിക്കാതിരിക്കട്ടെ. നമ്മൾ ഇത്രയും ചെയ്താൽ മതി, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പറയപ്പെട്ട എല്ലാ അതിലും പെടും, ഈ 6 കാര്യങ്ങളും പെടും. ഏതൊക്കെയാണ്? 2 റക്അത്ത് നിസ്കരിച്ചാല് ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, അസ്സലാത്തു തജ്മഉ ദാലിക കുല്ലഹു, ഇതെല്ലാം നിസ്കാരത്തിൽ കിട്ടും ഈ പറയപ്പെട്ട കാര്യങ്ങൾ. കാരണം അന്നഹു ഇദാ ഖാമ, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്, അപ്പൊ ആ കിടക്കുന്നിടത്ത് അവൻ മാറുന്നുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ തഹവ്വല അൻ ജംബിഹി വബസഖ വനഫത അനിൽ മൽമദതി, ഒതു എടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കുപ്പിളിച്ച് അവൻ 3 പ്രാവശ്യം തുപ്പുന്നുണ്ട്. വസ്തആദ ഖബല ഖിറാഅത്തി, ഖുർആൻ പാരായണത്തിന് മുമ്പ് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് അവൻ കാവൽ തേടുന്നുണ്ട്. സുമ്മദ അല്ലാഹ, പിന്നെ അള്ളാഹിനോട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയപ്പെട്ട എല്ലാം നിസ്കാരത്തിൽ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് നിസ്കരിച്ചാൽ മാത്രം മതി എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ദുസ്വപ്നം കണ്ടാൽ ചെയ്യേണ്ട കാര്യം. സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനെ ചാക്കിലിടാൻ എടുക്കുന്ന തന്ത്രങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടി, അല്ലേ? എത്രയോ സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കലാപരിപാടികൾ. അപ്പൊ അതിന്റെ ഒരു സീസൺ വരാൻ പോവാണ്. നബീനെ സ്വപ്നം കാണിക്കണ സീസൺ വരാൻ പോവാണ്. അത് സംബന്ധിച്ച് നമ്മളുടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇമാം ബുഖാരി 6996 നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർ റആനി ഫഖദ് റആ അൽ ഹഖ്, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് സത്യമാണ്, ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ വന്നിട്ടുള്ളത്. സഹിയായ ഹദീസാണ്. സ്വപ്നത്തിൽ വന്നാൽ റസൂൽ തന്നെയാണ് സ്വപ്നത്തിൽ വന്നത്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ വന്നത്. ഫഇന്ന ശൈത്താന ലാ യതഖയ്യലു ബി, കാരണം ശൈത്താന് എന്റെ കോലം പ്രാപിക്കാൻ കഴിയില്ല. ഇത് ഇമാം ബുഖാരിയുടെ 2 റിപ്പോർട്ടുകളാണ്. അപ്പോ റസൂലാണ് എന്ന് നമ്മൾ ഇപ്പൊ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട റസൂൽ തന്നെയാണെന്ന് പറഞ്ഞു. ഈ വന്ന ആള് റസൂലാണ് എന്ന് നമ്മൾ എങ്ങനെ അറിയും ഇന്നത്തെ കാലത്ത്?
റസൂലിനെ ജീവിച്ചിരിക്കുമ്പോ കണ്ട ആൾക്കാര് ഓക്കെ, സഹാബികളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല, റസൂൽ തന്നെയാണ്. സഹാബികളല്ലാത്ത ഒരാളാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, താബിയാണ് കാണുന്നതെങ്കിൽ, ആ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയെ പറ്റി പറഞ്ഞു കൊടുത്താല് ഒരു സഹാബി പറയാണ് ആ ശരിയാണ്, നീ കണ്ടത് റസൂലിനെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അതും അംഗീകരിക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടാൽ അത് റസൂലാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? റസൂലിന്റെ കോലത്തിൽ ശൈത്താൻ വരില്ല എന്നാ പറഞ്ഞത്. റസൂലാണെന്ന് പറഞ്ഞ ശൈത്താൻ വരാലോ, റസൂലിന്റെ കോലത്തിലല്ല. ഇവിടെ ഒരു റിപ്പോർട്ട് വായിക്കാം. യസീദുൽ ഫാരിസി എന്ന താബിഈ പറയുകയാണ്, നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി സമന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഞാൻ റസൂലിനെ സ്വപ്നം കണ്ടു. ആരാ? താബിഈയാണ്, അദ്ദേഹം റസൂലിനെ കണ്ടിട്ടില്ല. അപ്പോ സഹാബികളൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡിയ വെച്ചിട്ട് അയാൾ പോകുമ്പോ ജീവിച്ചിരിക്കെ അയാൾ ഉറക്കത്തിൽ റസൂലിനെ സ്വപ്നം കണ്ടു. അങ്ങനെ അദ്ദേഹം പോയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞോ, ശരിയാ, നീ റസൂലിനെ കണ്ടല്ലോ, റസൂൽ ശൈത്താന്റെ കോലത്തിൽ വരില്ല, അതുകൊണ്ട് നീ കണ്ടത് ശരിയാണെന്ന് പറഞ്ഞോ? ഇല്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹൽ തസ്തതിഉ അൻ തൻഅത ഹാദ റജുൽ അല്ലദീ റഅയ്തഹു ഫിന്നൗമി, ആ ഉറക്കത്തിൽ കണ്ട ആളെ പറ്റി ഒന്ന് വിവരിച്ചു തരാമോ? റസൂലാണോ അല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശദീകരിച്ചു കൊടുത്തു. സ്വപ്നം കണ്ട ആ രൂപത്തെ പറ്റി വിശദീകരിച്ചു കൊടുത്തു. നല്ല തിങ്ങിയ താടിയുള്ള, ഇളം ചുമപ്പ് നിറമുള്ള, കണ്ണുകൾ കുഹൽ എന്ന് പറഞ്ഞാൽ നല്ല കണ്ണുകളുടെ കറുപ്പ് ശക്തമായ, നന്നായി ഭംഗിയായി ചിരിക്കുന്ന, ജമീലു ദവാഇറുൽ വജ്ഹി, നല്ല വൃത്താകൃതിയിലുള്ള മുഖമുള്ള, മലഅത്ത് ലഹിയത്തുഹു മാ ബൈന ഹാദിഹി ഹാദിഹി, താടി രോമങ്ങൾ ഇവിടെയും ഇവിടെയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രൂപങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ റഅയ്തഹു ഫിൽ യഖളതി മസ്തതഅത അൻ തൻഅതഹു ഫൗക ഹാദാ, റസൂലുള്ളാഹിനെ നീ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ പോലും വിവരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ വിവരിച്ച സ്വപ്നത്തിൽ കണ്ടുകൊണ്ടാണ്, നേരിട്ടാ കണ്ടിരുന്നെങ്കിൽ വിവരിക്കാൻ പോലും കഴിയില്ല, അത്രമാത്രം ഭംഗിയുള്ള മുഖമാണ് എന്ന് പറഞ്ഞു. അത് കണ്ടത് റസൂലിനെ ആണെന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഈ സംഭവം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഒരാൾ റസൂലിനെ സ്വപ്നം കണ്ടാൽ അത് റസൂലിനെയാണ് കണ്ടത് എന്ന് സ്ഥിരപ്പെടുത്താൻ മറ്റൊരാൾ വേണം. ആ ആള് മറ്റേ ആൾ ആരായിരിക്കണം? റസൂലിനെ കണ്ട ആളായിരിക്കണം. ഇന്നത്തെ കാലത്ത് അത് നടക്കുവോ? ഈ സംഭവം നടക്കുവോ? അതുകൊണ്ട് തന്നെ ഇന്ന് ഒരിക്കലും റസൂലാണെന്ന് പറഞ്ഞ ആരും സ്വപ്നം കണ്ടാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട? അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്നമൻ റഅൻ നബിയ ഫിൽ മനാമി, ഒരാൾ നബീനെ സ്വപ്നത്തിൽ കണ്ടാൽ അമറഹു ബി ഹുക്മിൻ, അങ്ങനെ നബി ഒരു നിയമം പറഞ്ഞു എങ്കിൽ ആ നിയമത്തെ അന്നഹു ലാ യകൂനു മശ്റൂഅൻ ഫി ഹഖിഹി, അത് നിയമമായിട്ട് എടുക്കാൻ പറ്റൂല. സ്വപ്നത്തിൽ വന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല ആളുകളും പല കഥകളും ഇപ്പൊ പറയാനല്ലേ, എടുക്കാൻ പറ്റൂല. പല പള്ളികളും പല ദറസുകളും പല സംരംഭങ്ങളും പല സലാത്തുകളും പല മൗലിദുകളും ഒക്കെ പിറവി എവിടെ നിന്നുണ്ടായത്? റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മിൻ അഫ്റൽ ഫിറ അൻ യുറാ ഐനൈഹി മാ ലം തറ, ഏറ്റവും വലിയ കളവ് കണ്ണുകൊണ്ട് കാണാത്ത, അല്ലെങ്കിൽ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ കാണാത്ത കാര്യത്തെ വിളിച്ചു പറയലാണ്. ഏറ്റവും വലിയ കളവാണത്, റസൂലിന്റെ പേരിൽ പറയുന്ന കളവാ. ഇന്ന അഅ്ലമിൽ ഫിറ അൻ യദ്ദഇയ റജുലു ഇലാ ഗൈരി അബീഹി, ഏറ്റവും വലിയ ഗുരുതരമായ കളവുകൾ ഏതൊക്കെയാണ്? ഒന്ന്, അൻ യദ്ദഇയ റജുലു ഇലാ ഗൈരി അബീഹി, പിതാവല്ലാത്തവരിലേക്ക് നമ്മളെ ചേർക്കലാണ്. നമ്മുടെ പേര് വാപ്പാടെ പേരല്ലാത്തതിലേക്ക് ചേർക്കണം. നമ്മൾ ആണുങ്ങൾ ചേർക്കാറില്ല, പെണ്ണുങ്ങൾ ചേർക്കാറില്ല. ഭർത്താവിലേക്ക് ചേർക്കാറില്ലേ? വലിയ കുറ്റ, നിസാര കാര്യമല്ല. അതുവരെയും എന്താണ്? ഫാത്തിമ ബിന്ദു സുലൈമാനാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഫാത്തിമ ബിന്ദു ഉമറായി. എങ്ങനെയാവും? പറ്റൂല. ബിന്ദില്ലെങ്കിലും ഫാത്തിമ ഉമർന്ന് വിളിക്കും അല്ലേ? അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് ഭയങ്കര ഗുരുതരമായ കുറ്റാണ്. ഔ യുരിയ ഐനഹു മാലം തറ, കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക.
ഔ യഖൂൽ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കദിബ, റസൂലിന്റെ മേൽ കളവ് പറയാം. ഇതൊക്കെ ഗുരുതരമായ കുറ്റമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യം കൂടെ പറയാൻ. പകലിൽ കാണുന്ന സ്വപ്നവും രാത്രി കാണുന്ന സ്വപ്നവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലേ. പകലിൽ കാണുന്ന സ്വപ്നത്തിനെ പരിഗണിക്കേണ്ടതില്ല, രാത്രിയിൽ കാണുന്ന സ്വപ്നത്തിനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. സ്വപ്നം പകല് കണ്ടാലും രാത്രി കണ്ടാലും സ്വപ്നം സ്വപ്നം തന്നെയാണ്. അത് നല്ല സ്വപ്നമാണെങ്കിൽ അത് നല്ലതായിട്ട് ബുശ്റയാണെന്ന് മനസ്സിലാക്കണം. മോശം സ്വപ്നമാണ് എങ്കിൽ അത് ദുസ്വപ്നമാണ്, പിശാചൽ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയപ്പെട്ട വ്യവസ്ഥകളൊക്കെ ബാധകമാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് കൊടുത്തിരിക്കുന്ന ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബാബു റുഇയ ബിൻ നഹാർ, പകലിൽ കാണുന്ന സ്വപ്നം എന്നൊരു അധ്യായം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് റുഇയ നഹാരി മിസ്ലു റുഇയ ലൈലി, പകല് കാണുന്ന സ്വപ്നം രാത്രി കാണുന്ന സ്വപ്നം പോലെ തന്നെയാണ്. വകദ റുഇയ നിസാഇ വറിജാൽ, ആണുങ്ങൾ കാണുന്ന സ്വപ്നവും പെണ്ണുങ്ങൾ കാണുന്ന സ്വപ്നവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അത് പെണ്ണുങ്ങൾ കണ്ട സ്വപ്നമല്ല എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. ആണുങ്ങൾ കാണുന്ന സ്വപ്നവും പെണ്ണുങ്ങൾ കാണുന്ന സ്വപ്നവും എല്ലാം ഒരേ വിധി തന്നെയാണ് അതിനുള്ളത്. ഇത്രയാണ് സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റുകൾ. ഇനി ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. സ്വപ്നം കണ്ടാല് അത് വ്യാഖ്യാനിക്കാൻ പാടും. അത് കണ്ടല്ലേ, ചില ആൾക്കാർ വന്നിട്ട് പറയൂലോ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എന്നോട് പല ആളുകൾ പറയാം, മൗലവി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് അതിന്റെ അർത്ഥം എന്താ? അവർക്കറിയില്ല. നമുക്ക് പറയാൻ പറ്റുമോ? അത് എനിക്ക് പറയാൻ കഴിയില്ല. ഉണ്ടാകാം. പക്ഷെ ഞാൻ ഇനി വായിക്കാൻ പോണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും കിതാബ് വേണോ വേണ്ടോ എന്നുള്ളത്. സ്വപ്നം വ്യാഖ്യാനിക്കാൻ അള്ളാഹു തആല പ്രവാചകന്മാർക്ക്, ചില പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തൊരു കഴിവുണ്ട്. ഇപ്പോ സുലൈമാൻ നബിക്ക് അള്ളാഹു തആല ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തൊരു കഴിവ് കൊടുത്തതാ. അത് മറ്റുള്ള ആളുകൾ എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്തോ? ഇല്ല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, നീ എനിക്ക് മിസ്റിന്റെ അധികാരം തന്നു, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവും തന്നു. വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുമോ? സ്വപ്നം വ്യാഖ്യാനിക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാർക്ക് കൊടുക്കുകയാണ്, കഴിവ് കൊടുത്തതാണ്. അതേപോലെ തന്നെ ഇപ്പോ യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കിടന്ന സന്ദർഭം അല്ലേ, ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് യൂസുഫിന്റെ 36-ാമത്തെ വചനം ഒന്ന് വായിച്ചാൽ നമുക്ക് ക്ലിയർ ആവും കാര്യങ്ങൾ. അദ്ദേഹത്തിനോടൊപ്പം ജയിലിൽ രണ്ട് ചെറിയ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. രണ്ട് ചെറുപ്പക്കാരും രാജാവിന്റെ ജോലിക്കാരായിരുന്നു. അങ്ങനെ അവര് ഒരാൾ പറഞ്ഞു, അഹദുഹുമ ഇന്നി അറാനി അഅ്സിറു ഖംറ, ഞാനൊരു സ്വപ്നം കണ്ടു, കള്ള് പിഴിയുന്നതായിട്ട്, മുന്തിരിയിൽ നിന്ന് കള്ള് പിഴിഞ്ഞെടുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. വഖാലൽ ആഖറു, അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗക റഅസി ഖുബ്സൻ തഅകുലു തൈറു മിൻഹു, ഞാന് റൊട്ടി തലയിൽ വെച്ചുകൊണ്ട് പോകുന്നതായിട്ടും അതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. നബ്ബിഇനാ ബി തഅ്വീലിഹി, യൂസുഫ് നബിയോട് പറയാ, നബ്ബിഇനാ ബി തഅ്വീലിഹി, ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഇന്ന നറാക മിനൽ മുഹ്സിനീൻ, ഞങ്ങൾ താങ്കളെ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിലാണ് കാണുന്നത്. സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ എന്ത് യോഗ്യത വേണം? ഇഹ്സാൻ എന്ന യോഗ്യത വേണം. എങ്കിൽ അയാൾക്ക് സ്വപ്നം അയാളോട് വേണമെങ്കിൽ സ്വപ്ന വ്യാഖ്യാനത്തെ പറ്റി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അയാൾക്ക് പറയാമെന്നല്ല അതിനർത്ഥം, ചോദിക്കാം. യൂസുഫ് അലൈഹിസ്സലാം 36-ാം വചനം മുതൽ 41-ാം വചനം വരെയുള്ള 5 ആയത്തുകളിലായി താൻ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ പറ്റിയ ആളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങൾ കൊണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, യാ സാഹിബൈ സിജിനി, ജയിൽവാസികളായ ആളുകളെ, അമ്മ അഹദുക്കുമ, നിങ്ങളിൽ ആദ്യത്തെ ആള് കണ്ട സ്വപ്നം, ഫയസ്ഖി റബ്ബഹു ഖംറ, നിങ്ങൾ മദ്യം മുന്തിരി പിഴിഞ്ഞു കൊടുക്കുന്നല്ലേ, അതിനർത്ഥം അവൻ അവന്റെ മുതലാളിക്ക്
കള്ള് പിഴിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൻ ജോലിക്ക് തിരിച്ചു കയറുന്നർത്ഥം. അവനൊന്നും പറ്റൂല. എന്നാൽ രണ്ടാമത്തെ ആള് ഫയുസ്ലബു, അയാൾ ക്രൂശിക്കപ്പെടും. അയാളുടെ തലയിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ചോദിച്ച ഫത്വയുടെ വിഷയത്തിൽ അള്ളാഹു കാര്യം തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്ത് പേരാ? ഫത്വ നൽകിന. ഫത്വ നൽകണമെങ്കിൽ എന്ത് വേണം? അഗാധമായ അറിവ് വേണം. ആ കൂട്ടത്തിൽ ഒരു സാന്ദർഭികമായി പറയട്ടെ, നമ്മളൊക്കെ പോയിട്ട് ഇപ്പൊ മെമ്പറിന്റെ മുകളിൽ കയറുന്ന ആൾക്കാരൊക്കെ പോയി ഫത്വ ചോദിക്കും. മൗലവി എനിക്കൊരു ഫത്വ ചോദിക്കാനുണ്ട്. ഫത്വ അങ്ങനെ പറയാൻ പറ്റിയ കാര്യമല്ല. ഓൺലൈൻ മുഫ്തിമാരൊക്കെ അങ്ങനെ ഫത്വ കൊടുക്കണ്ടല്ലോ, അങ്ങനെ കൊടുക്കാൻ പറ്റിയ സംഭവമല്ല ഫത്വ. എന്നോട് ചില ആൾക്കാർ ഫത്വ, എനിക്കറിയില്ല ഫത്വ കൊടുക്കാൻ, ഞാൻ മുഫ്തി. ഖത്തീബുമാര് മുഴുവൻ മുഫ്തിമാരാ അല്ല. ഫത്വ എന്ന് പറഞ്ഞാൽ മതത്തില് ഒരു നിയമം പറയലാണ് ഫത്വ, ഒരു മസ്അല പറയലല്ല ഫത്വ. ഫത്വ എന്ന് പറഞ്ഞാല് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇല്ലാത്ത ഒരു വിധി കൽപ്പിക്കുന്നതിനാണ് ഫത്വ എന്ന് പറഞ്ഞത്. നിലവിലുള്ള ഒരു വിഷയമാണെങ്കിൽ അതിന്റെ മസ്അലയാണ്. ഇപ്പൊ നിസ്കാരത്തില് ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു ഫത്വ അല്ല. നിസ്കാരം ബാത്തിലാകുന്ന മസ്അലയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക വിഷയം AI റോബോട്ട് ഇമാമായി നിന്നാൽ മഅ്മൂമീങ്ങൾ ആയിട്ട് നമുക്ക് തുടരാൻ പറ്റുമോ? ഫത്വയാണ് അത് പറയേണ്ടത്. കാരണം അത് നിലവിലുള്ള നിയമമല്ല. അപ്പൊ അത് ഉണ്ടാക്കണം, പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുത്തണം. അപ്പൊ സ്വപ്നത്തെ വ്യാഖ്യാനിക്കൽ ഫത്വയാ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി രേഖകൾ കൊണ്ട് എന്ത് ചെയ്യണം, അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഇപ്പോ യൂസുഫ് നബിയോട് രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ, അഫ്തൂനി, എനിക്ക് നീ ഫത്വ താ, ഞാൻ കണ്ട സ്വപ്നത്തെ 7 തടിച്ച പശുക്കളും 7 മെലിഞ്ഞുണങ്ങിയ പശുക്കളും എന്ന് പറഞ്ഞ ആ വിഷയം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, അഫ്തൂനി, എനിക്ക് നീ ഫത്വ പറഞ്ഞതാ ആ വിഷയത്തിൽ എന്നാണ്. നമ്മൾ അറിയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വപ്നം ഒരാൾ കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ കഴിയില്ല. നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ നിഗമനം പറയാം. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ എന്നോട് വന്നിട്ട് നിങ്ങൾ പറയാണ്, ഞാന് ഇങ്ങനെ ഒരുപാട് പണമുള്ള ഒരു പെട്ടി കൊണ്ട് നടക്കുന്നതായി സ്വപ്നം കണ്ടു, അതിന്റെ വ്യാഖ്യാനം എന്താ? അപ്പൊ ഞാൻ പറയാം, ഞാൻ വേണമെങ്കിൽ അതിന്റെ നിഗമനം പറയാം. നിങ്ങൾക്ക് അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാവും, എനിക്ക് നിഗമനമാണ് അള്ളാഹു ആലം, അത്ര തന്നെ. 2, വ്യാഖ്യാനം പറയാൻ നമ്മൾ ആളല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോ സഹാബികളോട് ചോദിക്കും, ഹൽ റഅ അഹദും മിൻകുമുൽ ബാരിഹത റുഅയ, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ചോദിക്കും. അപ്പൊ അവര് കണ്ട സ്വപ്നത്തെ പറയും. സ്വപ്നത്തെ പറയുമ്പോ റസൂലുള്ളാഹി എന്ത് ചെയ്യും? ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാണ് എന്ന് പറയും. ഒരിക്കല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. മുസ്ലിം സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന റജുലൻ അത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ടത്. ഈ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്ന വ്യാഖ്യാനം എന്ന സബ്ജക്റ്റിന്റെ കൃത്യമായ ഒരു മറുപടി, അത് ആർക്കാണ് വ്യാഖ്യാനിക്കാൻ പറ്റുക എന്നുള്ളതിന്റെ മറുപടി ഈ ഹദീസിലുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നി അറൽ ലൈല ഫിൽ മനാമി ളുല്ലതൻ തൻതിഫു സംന വൽ അസ്ല, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു മേഘത്തെ സ്വപ്നം കണ്ടു. ഒരു മേഘം, അതിൽ നിന്ന് തേനും നെയ്യും ഇറങ്ങുന്നുണ്ട്, അങ്ങനെ സ്വപ്നം കണ്ടു. ആളുകളെല്ലാം കയ്യിൽ അത് കോരി കോരി എടുക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് കുറെ കിട്ടി, ചില ആൾക്കാർക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. സബബം വാസിലമിനസമായിലല്ലാറുള്ളത്, അക്കൂട്ടത്തിൽ തന്നെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു കയർ നീണ്ടു വന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങ് ആ കയറിൽ പിടിച്ച് കയറുന്നതായിട്ട് ഞാൻ കണ്ടു. ചില ആൾക്കാർ അതിൽ പിടിച്ച് കയറി പോകുന്നു,
ചില ആൾക്കാർ പിടിക്കുമ്പോൾ കയറ് പൊട്ടിപ്പോകുന്നു, അപ്പൊ കൂട്ടിക്കെട്ടുമ്പോൾ അവർ കീറിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് ഇതിന്റെ ഇബ്രത്തൊന്ന് പറഞ്ഞു തരണം, വിശദീകരണം എന്ന്, വ്യാഖ്യാനം എന്ന് പറഞ്ഞു തരണം. ആ സദസ്സിൽ റസൂലിനോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ ഉമ്മത്തിലെ സ്ഥാനം ഏതാ? ഈ ഉമ്മത്തില് റസൂല് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ബി അബി അൻത വല്ലാഹി ല തദഅന്നി വല അഅ്ബുറന്നഹാ. അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ ഇതിനൊരു വ്യാഖ്യാനം നൽകട്ടെ. അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅ്ബുർഹ, വ്യാഖ്യാനിച്ചോളൂ, വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മൽ ദുല്ലത്തു ഫദുല്ലത്തുൽ ഇസ്ലാം, ആ മേഘം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അമ്മല്ലദി യന്തിഖു മിനസ് സമനി വൽ അസൽ, ആ മേഘത്തിൽ നിന്ന് തേനും നെയ്യും ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഖുർആനും അതിന്റെ മാധുര്യവുമാണ്. ജനങ്ങൾ അതിലേക്ക്, ചില ആൾക്കാർ ആ ഖുർആനിൽ നിന്ന് കൂടുതൽ എടുക്കുന്നുണ്ട്, ചില ആൾക്കാർ കുറച്ചെടുക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ ഒരു വ്യാഖ്യാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചതിന് ശേഷം റസൂലിനോട് പറയുകയാണ്, ഫഅഖ്ബിർനി യാ റസൂലല്ലാഹ് ബി അബി അൻത അസബ്തു അം അഖ്തഅതു. ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസബ്ത ബഅദൻ വ അഖ്തഅത ബഅദൻ, കുറച്ച് ശരിയും കുറച്ച് തെറ്റുമാണ്. കണ്ട, കുറച്ച് ശരിയും കുറച്ച് തെറ്റുമാണ്. നീ പറഞ്ഞതിൽ, അങ്ങ് പറഞ്ഞതിൽ ഉള്ള തെറ്റ്, പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാ തുഖ്സിം ബില്ലാഹ്, സ്വപ്നത്തിനെ പറ്റി വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയരുത് എന്ന് പറഞ്ഞാൽ, അത് സത്യമാണ് എന്ന ധാരണയിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. നിഗമനം വേണമെങ്കിൽ പറയാം, അതനുസരിച്ച് അമൽ ചെയ്യാനോ പ്രവർത്തിക്കാനോ വേണ്ടിയല്ല, മറിച്ച് അങ്ങനെ ആയിരിക്കാം, ഞാൻ മനസ്സിലാക്കിയത് അതാണ്, നിങ്ങൾ പറഞ്ഞ സംഭവം അതാണ്. ഏത് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്, ഇല്ലാണ്ട് സ്വപ്നം വ്യാഖ്യാനം എന്ന പദം തന്നെ തെറ്റാ. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായ സോഴ്സ് ലഭിച്ചിട്ട് പറയേണ്ട കാര്യമാണല്ലോ വ്യാഖ്യാനം. ഇപ്പൊ ഒരു ഖുർആന്റെ ആയത്തിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന്റെ കൃത്യമായ സോഴ്സിൽ നിന്നും പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതിനാണ് വ്യാഖ്യാനം എന്ന് പറഞ്ഞത്. മറ്റെന്ന് പറഞ്ഞാൽ എന്റെ നിഗമനമാണ്. നിങ്ങൾ തഫ്സീറുകളൊക്കെ എടുത്ത് വായിച്ചു നോക്ക്, അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്ക്. അദ്ദേഹം ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുമ്പോ പറഞ്ഞത് അല്ലാഹു അഅലം, അള്ളാഹ്ക്കറിയാം, ഞാനൊരു നിഗമനമാണ് പറഞ്ഞത്, വ്യാഖ്യാനമല്ല. കണ്ട, ഇവിടെ വിഷയം അവസാനിപ്പിക്കാം. ഇമാം മാലിക് റഹിമഹുമുള്ള, മാലിക് ബിൻ അനസ് മദ്ഹബിന്റെ പ്രമുഖനായ ഇമാമാണല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു, അഅ്ബർ അർറുയ കുല്ല അഹദിൻ അയുഅ്ബറു റുയ കുല്ല അഹദിൻ, അങ്ങ് ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വർത്താനാണ്, അബിൻ നുബുവത്ത് യൽഅബ്, നുബുവത്ത് കൊണ്ട് കളിക്കേ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ നുബുവത്ത് കൊണ്ട് കളിക്കേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഹിയില്ല, അള്ളാന്റെ വഹിയും കൊണ്ട് കളിക്കാൻ പറ്റുമോ? ആ വ്യാഖ്യാനം പറയാൻ നമ്മുടെ ആളല്ല. ആര് വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ട കാര്യം നിഗമനമാണ്. അതിന്റെ ആവശ്യമില്ല, തേടിപ്പോകേണ്ട ആവശ്യമില്ല. ഈ പറയപ്പെട്ട വ്യവസ്ഥകൾ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ അത് അള്ളാന്റെ വക്കൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ അതല്ല ഒരു പ്രേരണക്കുള്ള സ്വപ്നം കണ്ടു. ഇപ്പൊ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി രചിക്കുന്നത് ഒരു സ്വപ്നത്തിന്റെ പിന്നിൽ നിന്നാണ്. അദ്ദേഹം ഇതിന്റെ കൈ നിറയെ അദ്ദേഹം എന്ത് ചെയ്തു, കുറെ വസ്തുക്കൾ, കുറെ സംഭവങ്ങൾ കൈ നിറയെ ഉണ്ടായിരുന്നു. അത് കാറ്റിൽ ഇങ്ങനെ പാറിപ്പോകുന്നു, അതിൽ നിന്ന് ചില സാധനങ്ങൾ. അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ടു, ഒരു വലിയ സ്വപ്നമാണ്. അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതമല്ലേ. കാറ്റിൽ പാറിപ്പോകുന്ന തന്റെ കയ്യിലുള്ള ദുർബലമായ ഹദീസുകളാണ്, സ്വഹീഹായ ഹദീസുകളാണ് തന്റെ കയ്യിലിരിക്കുന്നത് എന്ന് അദ്ദേഹം നിഗമനം നടത്തിയിട്ട് അതിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിക്കുന്നത്. അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഞാനിപ്പോ ഒരു സ്വപ്നം കാണുകയാണ്, ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പുസ്തകം എഴുതി, കുഴപ്പമില്ല. ഖുർആനും ഹദീസൊക്കെ വെച്ചുകൊണ്ട് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട്, അതിന് വിരോധമില്ല. ഞാൻ സ്വപ്നം കാണുകയാണ്, ഇശാ നിസ്കാരം
ആ ഇഷാ നിസ്കാരം നിർവഹിക്കേണ്ട ഞാൻ സ്വപ്നം കാണാണ്, അമൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അല്ല, ഞാൻ സ്വപ്നം കാണാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, ബുധനാഴ്ച കൂടെ സുന്നത്ത് നോമ്പെടുക്കാം, ഞാൻ സ്വപ്നം കണ്ടു, അനുഷ്ഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സ്വപ്നത്തിന് തെളിവായിട്ട് എടുക്കേണ്ടത് ശറഇന്റെ നിയമത്തിന് എതിരായിക്കൊണ്ടുള്ള കാര്യങ്ങൾ തെളിവായിട്ട് എടുക്കാൻ പാടില്ല. ഒരു നന്മ നമ്മൾ അതിലൂടെ കണ്ടു, ആ നന്മയെ നമുക്ക് എന്ത് ചെയ്യാം? തെളിവായിട്ട് എടുക്കാം. എന്നാൽ അത് നമുക്ക് അമൽ ചെയ്യാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. അത് നമുക്കതനുസരിച്ചിട്ട് പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏകദേശം അതിന്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംശയം ചോദിക്കാൻ ഇപ്പൊ ചോദിച്ചാൽ പല ആളുകൾക്കും ചോദിക്കാനുണ്ടാവും, നമ്മുടെ സമയം നീണ്ടുപോകും. വേണേ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ സംശയം ചോദിച്ചിട്ട് വേണമെങ്കിൽ തുടങ്ങാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.